ഹലോ ഫ്രണ്ട്സ്, ഞാൻ ദീപ ഫ്രാൻസിസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു മാങ്ങാക്കറി ആക്കിയാലോ? അതിനുവേണ്ടി നമ്മളൊരു മാങ്ങ നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവോള, 6 കാന്താരി മുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, തേങ്ങയുടെ 2-ാം പാല്, 1-ാം പാല്, പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ആ കാന്താരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പകുതി സവോളയും പകുതി ചെറിയുള്ളി ആണെങ്കിലും എടുത്താൽ മതിയേ. ഇതിപ്പോൾ ഞാനൊരു സവോളയാണ് എടുത്തിരിക്കുന്നത്. ഈ സവോള വാടാൻ ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് നല്ലവണ്ണം വെന്തൊന്ന് വഴന്ന് കിട്ടണേ. അതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് ഇതൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാവേ. നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, പൊടി ഇടുന്നതിന് മുമ്പ് തന്നെ. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടിയുടെ ഒരു പച്ചമണം മാറുന്നോടം വരെ നമ്മളിതൊന്ന് മൂപ്പിക്കണേ. ആ പൊടിയുടെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരിടത്തരം ഒരു മാങ്ങയാണ്. തീരെ ചെറുതുമല്ല, എന്നാൽ ഒത്തിരി വലുതുമല്ല, ഒത്തിരി പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരു മാങ്ങ ഫുള്ളായിട്ട് എടുത്തത്. ഈ മാങ്ങായും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ആ മസാലയൊക്കെ ഈ മാങ്ങായിലേക്ക് പറ്റുന്നതിന് വേണ്ടി നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടങ്ങ് വേകണ്ട. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് നമ്മുടെ 2-ാം പാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-ാം പാൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ വേണോ വേണ്ടയോ എന്നൊക്കെ നോക്കണം ഈ ടൈമിൽ കേട്ടോ. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ച് ഇതൊന്ന് നല്ലോണം തിളച്ച് ഇതൊന്ന് വെന്ത് വരണം. ഈ മാങ്ങായൊക്കെ ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മുടെ 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് തിളപ്പിക്കാൻ പാടില്ല. 1-ാം പാൽ ഒഴിച്ച പാട തന്നെ നമ്മളൊരു 5 സെക്കൻഡ് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ്. 1-ാം പാൽ ഒഴിച്ചിട്ട് ഇത് പിന്നെ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പിരിഞ്ഞ് പോലെയാകും കേട്ടോ. ഇത് പുളിയുമല്ലേ, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ചൂടായാൽ മതി. 1-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചെറിയ സൈഡ് വഴി ഒരു തിള വരുന്നത് കാണുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫാക്കി വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് തണുത്ത് കഴിയുമ്പം ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കറിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങാക്കറിയാണ്. ഇങ്ങനെ ചെയ്യാത്തവർ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.